ഡൽഹിയിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള മനുഷ്യന്റെ മൗലിക അവകാശത്തിന് തെരുവു നായകൾ ഭീഷണിയാവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സുപ്രീം കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിരുന്നു. ഈ റിപ്പോർട്ട് പ്രകാരം തെരുവു നായകളെ പിടികൂടി വന്ധ്യകരണം നടത്തിയ ശേഷം അതേ സ്ഥലങ്ങളിൽ തിരികെ വിടരുതെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അടക്കം തെരുവുനായ ആക്രമണങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സംസ്ഥാനത്തൊട്ടാകെ കഴിഞ്ഞ വർഷം 3 ലക്ഷത്തിലധികം പേർക്ക് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റെന്നാണ് കണക്കുകൾ പറയുന്നത്. സ്കൂൾ കുട്ടികൾക്ക് നേരെ റോഡിലൂടെ നടക്കുന്നവർ, എന്തിന് ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കടക്കം തെരുവുനായയുടെ കടിയേൽക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണം തന്നെയാണ് തെരുവുനായകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണം. പൊതുസ്ഥലങ്ങളിലും വഴിയോരങ്ങളിലും വലിച്ചെറിയുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ നായകളെ ആകർഷിക്കുന്നു. ഇത് അവയുടെ എണ്ണം വർദ്ധിക്കാനും സ്വഭാവത്തിൽ മാറ്റം വരുത്താനും കാരണമാകുന്നു. സർക്കാർ തലത്തിൽ ഇതിനെതിരെ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ABC പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതിനായി അനുവദിച്ച ഫണ്ട് പോലും വേണ്ട വിധം വിനിയോഗിക്കുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. എന്നാൽ സുപ്രീം കോടതിയുടെ വിധി മനുഷ്യത്വരഹിതമെന്നാണ് മൃഗസ്നേഹികളുടെ ആരോപണം. നിരവധി മൃഗസ്നേഹികളാണ് ഈ ഉത്തരവിനെതിരെ ഡൽഹിയിലെ തെരുവുകളിൽ പ്രതിഷേധത്തിനിറങ്ങിയിരിക്കുന്നത്. കേരളത്തിലും തെരുവുനായ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സർക്കാരും പൊതുസമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് കേരളത്തിലും നടപ്പാക്കാൻ കഴിയുമോ?